ഇവിടെ ഒരാൾ മഞ്ഞിലേക്ക് സ്ട്രോബെറി ജ്യൂസ് ഒഴിക്കുന്നു. അപ്പോൾ അത് സ്ട്രോബെറി ഐസായി മാറുന്നു. പക്ഷെ അവരത് കഴിക്കാനല്ല ഒഴിച്ചത്. അത് വെച്ച് ബൗണ്ടറി വരച്ച് ബേസ്ബോൾ കളിക്കുന്നു. ആക്ച്വലി ഇവരെല്ലാവരും അന്റാർട്ടിക്കയിൽ ഗവേഷണം നടത്തുന്നതിനായി വന്നതാണ്. അവിടെ അവർക്ക് ഒത്തിരി സമയം ചെലവഴിക്കേണ്ടത് കൊണ്ട് സമയം കളയാനായി അവർ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം സ്റ്റീക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ചൂട് പോരെന്ന് പറഞ്ഞ് ഷെഫ് അതിന് പുറത്ത് ഗ്യാസിലിൻ ഒഴിച്ച് കത്തിക്കുന്നു. പക്ഷെ ഗ്യാസിലിൻ കൂടുതലായി ഒഴിച്ചതുകൊണ്ട് അത് തീപ്പന്തം പോലെ കത്തുന്നു. ഉടനെ അത് അണയ്ക്കുന്നതിനായി ഷെഫ് അതും എടുത്ത് എല്ലാവരുടെയും പുറകെ ഓടാൻ തുടങ്ങുന്നു. അത്ഭുതകരമായി ആ മെത്തേഡ് വർക്കിംഗ് ആയി ഒരു ലക്ഷറിയസ് ആയി സ്റ്റീക്ക് അവർക്ക് കിട്ടുന്നു. പക്ഷെ ഷെഫ് അതിൽ നിർത്താതെ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കുന്നു. എന്നാലും അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അത് സാറ്റിസ്ഫൈങ് ആയി തോന്നുന്നില്ല. ആക്ച്വലി അവരെല്ലാവരും അവരുടെ ഹോം ടൗൺ ഡിഷായ നൂഡിൽസ് കഴിക്കണമെന്ന് ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നു. പക്ഷെ അന്റാർട്ടിക്കയിൽ മാവും പച്ചക്കറികളും വളരെ റെയർ ആയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഷെഫ് അത് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. പക്ഷെ നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞവന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ രാത്രി ഷെഫിനെ ഉണർത്തി വീണ്ടും അപേക്ഷിക്കുന്നു. ദേഷ്യം വന്ന് ഷെഫ് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നതിനായി സ്റ്റോർ റൂമിലേക്ക് വരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ വേറൊരാൾ ബട്ടർ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഹോം സിക്ക് വന്നെന്ന് മനസ്സിലാക്കിയ ഷെഫ് അവസാനം നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അയാൾ സ്റ്റോർ റൂമിനകത്ത് നൂഡിൽസിന് ആവശ്യമായ എല്ലാ ടോപ്പിംഗ്സും വളർത്തുന്നു. അതിനുശേഷം കുറെ നാളായി സേവ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മാവ് യൂസ് ചെയ്ത് നൂഡിൽസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവസാനം അവർ ആഗ്രഹിച്ചതുപോലെ നൂഡിൽസ് കിട്ടിയപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്ത് കഴിക്കുന്നു. അപ്പോഴാണ് ഷെഫിന് സ്വന്തം നാട്ടിൽ നിന്ന് ദൂരേക്ക് വന്നവർക്ക് എത്ര വലിയ വിരുന്നൊരുക്കിയാലും അവരുടെ നാട്ടിലെ സിമ്പിളായി ഫുഡ് കൊടുക്കുന്ന സന്തോഷം കിട്ടില്ലെന്ന് മനസ്സിലാവുന്നത്.